ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ബീഡഡ് ബ്രേസ്ലെറ്റും പിന്നെ കൂടാതെ കമ്മൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ വയറാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കോർത്ത് തുടങ്ങാം. മാല കോർക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഓരോന്നും ഞാൻ ഒന്നിടവിട്ടായിട്ട് കോർക്കുകയാണ്. ഒരു മഞ്ഞയും പിന്നെ ഒരു വൈറ്റും, അങ്ങനെ ഞാൻ ഓരോന്നും ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. നമ്മുടെ കൈക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കോർക്കുക. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മുത്ത് മതി. നമുക്കൊരളവ് അറിയാമല്ലോ. അതുപോലെ നമുക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കനുസരിച്ചുള്ള ആ ഒരു അളവിന് നമ്മൾ ഇതുപോലെ കോർക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനിവിടെ എല്ലാം കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടിടേണ്ടതാണ്. അതിനായിട്ട് ഞാനിത് ഇതുപോലെ കുറച്ച് ആവശ്യത്തിനെടുത്ത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കെട്ടിടുന്നുണ്ട്. ഒന്നല്ല, ഒരു 2-3 കെട്ട് നന്നായി തന്നെ ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. ഇങ്ങനെ തന്നെ കെട്ടിയാൽ മതി. നമ്മൾ പക്ഷേ 2-3 കെട്ട് കൂടുതൽ ഇടണം, അത്രയേ ഉള്ളൂ. അഴിഞ്ഞൊന്നും പോകില്ല. അപ്പം ഞാനിവിടെ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നമ്മളിതുപോലെ കുറേ അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാമല്ലോ. ഞാനിങ്ങനെ കുറച്ച് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പോയാലും ഇടുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച കളക്ഷൻസാണ് ഇതൊക്കെ. അപ്പോൾ കുറച്ച് മുത്തൊക്കെ വാങ്ങിച്ച് വെച്ച് നിങ്ങൾ ചെയ്തൊക്കെ നോക്കണേ. അപ്പോൾ ഇത് കൂടാതെ ഞാനിവിടെ കമ്മലൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, മാച്ചിനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കമ്മൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് മാച്ചായിട്ട് നമ്മൾ ബീഡെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇയറിംഗ് ഹൂപ്പ് വേണം, ഹെഡ് പിന്ന് വേണം, പിന്നെ ജംപ് റിങ് വേണം. ഈ 3 സാധനം മാത്രം മതി. നമുക്കിനി കമ്മൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെഡ് പിൻ ഇതുപോലെ എടുത്തിട്ട് ഒരു യെല്ലോ ഫസ്റ്റിൽ കോർത്ത ശേഷം പിന്നെ ഞാൻ ആ വലിയ ബീഡ് ഇവിടെ ഒന്ന് കോർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പ്ലെയർ വെച്ചിട്ട് ആദ്യം കട്ടിങ് പ്ലെയർ വെച്ചിട്ടൊന്ന് അത് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വളച്ച് എന്താ പറയാനാണ്, ഒന്ന് ശരിക്ക് ഇതുപോലെ വളച്ച് ഒരു കുഞ്ഞ് കൊളുത്താക്കി ഇങ്ങനെ ആക്കിയെടുക്കണം. ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പിന്നെ അങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ജംപ് റിങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുറന്ന് വയ്ക്കുക. എന്നിട്ട് ഇതിലൂടെയാണ് നമുക്കിനി നമ്മുടെ ഇയർ ഹൂപ്പും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ കോർത്തെടുക്കാം. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഈ ജംപ് റിങ്ങിനെ നമുക്കൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ നല്ലപോലെ ഫിറ്റാക്കി ഇവിടെ വെക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കമ്മലിവിടെ റെഡിയായി. കണ്ടോ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങളിതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണേ, ഇതുപോലെ മാച്ചായിട്ടൊക്കെ. വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, അധികം സമയവും വേണ്ട ഇതിന്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കളക്ഷൻസൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.